കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ നയനയുടെ ആദർശിന്റെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നയന അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് കനക വരുവാണ്. കനയെ കണ്ട് നയന വെച്ച് എന്താമ്മേ, എനിക്ക് വല്ലാത്ത ടെൻഷൻ ആണെന്നോട് മോളെ എന്ന് പറയണേ. അല്ല എന്താ അമ്മ ടെൻഷൻ അടിക്കുന്ന കാര്യം എന്താ? ദേ അറിയാലോ, ഈ വിവാഹം ഒന്ന് നടന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു സമാധാനം കിട്ടത്തോളം എന്ന് പറയാം. ദേ അമ്മ ധൈര്യമായിട്ടിരിക്കുക. ഇനി ഇന്നൊരു രാത്രി മാത്രമല്ലേ ഉള്ളൂ. അത് ശരി തന്നെയാ. പക്ഷെ എനിക്ക് വല്ലാത്തൊരു ടെൻഷൻ എന്താന്ന് വെച്ചാൽ അന്ന് തട്ടിക്കൊണ്ട് പോയ ആൾക്കാര് അവരെങ്ങാനും വരുവോ? ഇനി അനാമികനെ അങ്ങ് തട്ടിക്കൊണ്ട് പോകാൻ വന്നാലോ? എന്തേലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമ്മുടെ നന്ദൂട്ടന്റെ മേലെ ആരോപിക്കപ്പെടുവല്ലോ എന്ന് ചോദിക്കുക. നയന പറഞ്ഞു, അതിനുള്ള വഴിയൊന്നും ഇല്ലമ്മേ. ഇനിയിപ്പം അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നേ അന്നൊരു പക്ഷേങ്കില് ആള് മാറി തട്ടിക്കൊണ്ട് പോയതായിരിക്കും. അതുകൊണ്ട് അമ്മയ്ക്ക് ആ ടെൻഷൻ ഒന്നും വേണ്ടാന്ന് പറയാ. എനിക്ക് വല്ലാത്ത ടെൻഷൻ. എനിക്ക് നന്ദുവിന്റെ മുഖം ഓർക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നിട്ടാളും പാവം വല്ലാതെ വിഷമിച്ചാ നടക്കണേന്ന് പറയും. നയന പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. ഇന്നൊരു ദിവസം കൊണ്ട് അവളുടെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടൂലോ. ഇനി അനിയുടെ അനാമയുടെ കല്യാണം കഴിഞ്ഞ പിന്നെ അവൾക്ക് ഇങ്ങോട്ട് വരേണ്ട കാര്യം വരത്തില്ല. ഇനിയിപ്പോ ആരെ ഫേസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ അമ്മ അവൾക്കൊരു വിവാഹം ആലോചിക്കണം. എന്തൊക്കെയാണ് ശരി, അവളുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് പറയാം. ഇത് കേട്ടതും കനക പറഞ്ഞു, അവൾക്കിപ്പം വിവാഹമൊന്നും വേണ്ടെന്നാ പറയണേ. ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായാൽ മതിയായിരുന്നു എന്ന് പറയാണ്. അല്ല മോളെ, 2 വിവാഹ ജീവിതം ഉണ്ടാവുമെന്ന് പറഞ്ഞൊക്കെ ശരിയാണോ? എനിക്കെന്ന് ചോദിക്കുക. ഇത് കേട്ടതും നായന പറഞ്ഞു, എനിക്കറിയില്ലമ്മേ. പുരോഹിതൻ അങ്ങനെയാ പറഞ്ഞേ. എങ്ങനെയായി തീരുമെന്നൊന്നും അറിയത്തില്ല. ഈ വിവാഹ ബന്ധം നന്നായിട്ട് മുന്നോട്ട് നീങ്ങിയാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ ഒരുപക്ഷെ അറിയാലോ ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. മിക്കവാറും ഇതിന്റെ പേരിലായിരിക്കും പിന്നെ അടുത്ത പ്രശ്നം ഉണ്ടാവാനായിട്ട് പോകുന്നത്. ദേ അമ്മ പോയി കിടന്നു, ഞാൻ കുറച്ച് ജോലികളും കൂടെ ഉണ്ട്, അതോടെ തീർത്തിട്ട് പോയി കളന്ന് പറയണം. ഞാനും കൂടെ സഹായിക്കാം. വേണ്ടമ്മേ, അമ്മ ഒരു കാര്യം ചെയ്യ, അച്ഛനെ വിളിച്ചോണ്ട് ചെല്ലാൻ പറയണം. അങ്ങനെ കനകി അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് മുത്തശ്ശി ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. എന്താ ചെയ്യണ്ടേന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയാ. എനിക്കാണ് ഈ വിവാഹത്തിന് താല്പര്യമില്ല. വാഴക്കല്യാണമൊക്കെ നടത്തി. പക്ഷെ വാഴക്കല്യാണം നടത്തിയാലും ഇങ്ങനെ എത്രമാത്രം ശാശ്വതമാവും അറിയത്തില്ല. അനിയുടെ മുഖം കണ്ടിട്ട് സഹിക്കാനും പറ്റുന്നില്ല. ഒരു പക്ഷേങ്കില് ഈ കല്യാണം ഉറപ്പിച്ച് ഇത്രത്തോളം ആയിട്ടില്ലായിരുന്നെങ്കിൽ ഈ വിവാഹം വേണ്ടെന്ന് വെക്കായിരുന്നു. പക്ഷെ ഇനിയിപ്പോ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലോ. ഈ സമയം മുത്തശ്ശൻ ചോദിച്ചു, അല്ല നീ എന്താ ആലോചിച്ചോണ്ടിരിക്കണമെന്ന് ചോദിക്കും. ഒന്നുമില്ല. എന്തോ കാര്യമായിട്ടുണ്ടല്ലോ വസുന്ധര, കാര്യം പറ. അല്ല, ഞാൻ ആ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുമായിരുന്നു. അതാണോ കാര്യം? അതിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കണ്ട. അതിന് പരിഹാരക്രിയകളൊക്കെ ചെയ്തല്ലോ. എന്നാലും ഒരു വിഷമിക്കേണ്ട ആവശ്യമില്ലെന്നേ. കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അനിയുടെ ഇപ്പോഴത്തെ വിഷമങ്ങളൊക്കെ മാറിക്കോളും. പിന്നീട് അറിയാലോ, എല്ലാം സ്മൂത്തായിട്ട് പൊക്കോളും. ആ കാര്യത്തിൽ നിനക്കൊരു ടെൻഷൻ വേണ്ട. വന്ന് കിടക്കാൻ നോക്കാൻ പറയണം. പക്ഷെ എന്നാലും മുത്തശ്ശിയുടെ ഉള്ളിലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ജലജ ഇങ്ങനെ ആലോചിക്കുക, എന്താ ചെയ്യണ്ടേ? എങ്ങനെയെങ്കിലും കല്യാണം ഒന്നും മുടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ. ഇനിയിപ്പൊ അബിയോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ കൊണ്ട് കാൽ കാശിന് കൊള്ളത്തില്ലെന്നുള്ള കാര്യം മനസ്സിലായി. ഇനിയിപ്പം പോകുമ്പോഴേ എന്തെങ്കിലും അന്ന് തട്ടിക്കൊണ്ട് പോയതുപോലെ ഇനി അവളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോകണം. പക്ഷെ ഇനിയിപ്പൊ ആര് തട്ടിക്കൊണ്ടു പോകാനായിട്ടാ? ഒരു പക്ഷെ അന്ന് എന്തോ ഒരു ഊടായ്പം നടന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ തട്ടിക്കൊണ്ട് പോയ ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവർ ഇനിയും വരും. അങ്ങനെയെങ്കിലും തട്ടിക്കൊണ്ട് പോയാൽ മതിയായിരുന്നു. ഈ സമയത്ത് ദേവേനെ എങ്ങോട്ട് വരുന്നേ. ദേവേനെ വന്നിട്ട് ചോദിച്ചു, എന്താ ആലോചിച്ചിട്ടിരിക്കണെന്ന് ചോദിക്കും. ഒന്നുമില്ല, നാളത്തെ കല്യാണത്തെക്കുറിച്ച് എന്തെങ്കിലും തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുമെന്ന്. എന്ത് തടസ്സങ്ങൾ ഉണ്ടാവാനായിട്ട്? ഒരു തടസ്സങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ലെന്ന് പറയാം. അല്ല ഏട്ടത്തി, അന്ന് തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്തല്ലേ അനാമികനെ, അതുകൊണ്ട് അത് മിക്കവാറും ആളറിയാതെ തട്ടിക്കൊണ്ട് പോയതായിരിക്കും. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ വിടുകയും ചെയ്തു, അത്രേ ഉള്ളെന്ന് പറയാം. പക്ഷേങ്കിൽ എനിക്കെന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നണമെന്ന് പറയണം. ജലജ അങ്ങനെ പറയുന്ന അല്ല, ജലജയ്ക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ കല്യാണം നടക്കുന്നതിൽ അസൂയ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ദേവേനെ പറഞ്ഞു, ഒന്നും സംഭവിക്കൊന്നുമില്ല. അനാമിക മോൾ ഇങ്ങോട്ട് വരണം. അല്ലെങ്കിലും അനാമിക മോളെ പോലെ നല്ലൊരു പെണ്ണിങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവറ്റകളുടെ സ്വഭാവം അറിയാലോ. ചേട്ടത്തിക്ക് അനിയത്തിക്ക് മിക്കവാറും കണ്ണിക്കടി ആയിരിക്കും എന്ന് പറയാം. അവൾമാരെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്, ഇങ്ങോട്ട് വരട്ടെ എന്ന് പറയാം. ജലജ പറഞ്ഞു, ശരിയാ. പക്ഷെ ജലജയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു. ഒരു കോടീശ്വരപുത്രം ഇങ്ങോട്ട് വരാൻ പോകുന്നത്. അവൾ ഇങ്ങോട്ട് വന്ന അവളെ മിക്കവാറും നിലത്ത് വെക്കാതെ ആയിരിക്കും. ജാനകി ആണെങ്കിലും ഏട്ടത്തെയാണെങ്കിലും കൊണ്ടുനടക്കുന്നത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്റെ അടുത്ത് വല്ല അഭ്യാസം കാണിക്കാൻ വന്നാൽ ഞാൻ അവൾക്കിടെ നല്ലത് കൊടുക്കുമെന്ന് ജലജ മനസ്സിൽ പറയണം. പിന്നീട് ജലജ അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയില അനി കിടക്കുന്ന. അനിക്ക് കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്ത് ചെയ്യും? ഇന്നൊരു രാത്രിയും കൂടെ ഉള്ളൂ. നന്ദുവിനെ ഒന്ന് പോയി കണ്ടാലോ, നന്ദുവിനോട് സംസാരിച്ചാലോ, അവസാനമായിട്ട് ഒരു നോക്ക് ഒന്നുകൂടെ ചോദിച്ചാലോ തന്നെ ഇഷ്ടമാണോ എന്നുള്ള കാര്യം. ഇനിയിപ്പൊ ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നന്ദുവിന്റെ മറുപടി അല്ലെന്നായിരിക്കും. അതും പ്രശ്നമാ. അപ്പൊ എന്ത് ചെയ്യും? ഇനിയിപ്പൊ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.
ഇപ്പോഴെന്തേലും ചെയ്യാൻ പറ്റിയിട്ട് കാര്യമുള്ളൂ. പക്ഷെ ഇനി ഇതിന്റെ പേരിൽ എന്തേലും പ്രശ്നമായിട്ടുണ്ടെങ്കിലോ, അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പം അനിയുടെ മനസ്സ് വീണ്ടും വിഷമത്തിലായി. ഓ, 2 കല്യാണം ഉണ്ടെന്നാ പറഞ്ഞേ. ഒരു പക്ഷേങ്കിൽ 2 കല്യാണം ഉണ്ടായിരിക്കോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വിവാഹബന്ധം വേർപെടുത്തിയിട്ട് തനിക്കിനി നന്ദുവിനെ കല്യാണം കഴിക്കാലോ. നന്ദുവിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഉറപ്പായിട്ടും തനിക്ക് അവളെ സ്വന്തമാക്കാം. ആ ഒരു സന്തോഷം കൂടെ അനിയുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ വിവാഹം നടന്നാലും ഈ ജീവിതം മുന്നോട്ട് പോകും തോന്നില്ല. അത് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് പുരോഹിതൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ ഒരു ചെറിയ സന്തോഷം അനിയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. ഈ സമയത്ത് നയന മുറിയിലേക്ക് വരികയാണ്. നയന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആദർശ് അവിടെ ഇരിക്കുന്നുണ്ട്. ആദർശ് ചോദിച്ചു, അല്ല നിന്റെ ജോലികളൊക്കെ തീർന്നു നിൽക്കും? അത്യാവശ്യത്തിനൊക്കെ തീർന്നു പറയാം. ഇപ്പം നാളെ കല്യാണമല്ലേ, അതിനെക്കുറിച്ചുള്ള ടെൻഷനുകളും കാര്യങ്ങളും എന്ന് പറയണം. ഇത് ആദർശം ശരിയാ, എനിക്ക് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ട് അനിയുടെ കാര്യത്തിൽ. അവനാണെങ്കിൽ ഇപ്പോഴും എന്തോ അവന്റെ മനസ്സ് ശരിയല്ലാന്ന് തോന്നുന്നേ. അല്ല, ഇങ്ങനെ പോയാൽ എത്ര കാലം മുന്നോട്ട് പോകുന്ന പോലും അറിയത്തില്ല. അവൻ നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനാ, പക്ഷെ ആ ഒരു ചിന്തയൊന്നും അവന്റെ മനസ്സിലില്ല. അവനാണെങ്കിൽ എല്ലാം കുട്ടിക്കളി പോലെയാ, അങ്ങനെ എനിക്ക് തോന്നുന്നെന്ന് പറയാം. ഇത് കേട്ട് നയന പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ടാണോ അവന്റെ മുഖം ഇരിക്കുന്ന കണ്ടോ? ഇപ്പോഴാണെങ്കിൽ അവന് ഈ കല്യാണം വേണ്ട വേണ്ടാന്ന് മാത്രം പറയണമെന്ന് പറയാം. നയന പറഞ്ഞു, ആദർശാൻ ഇതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്കാൻ പറയണം. പിന്നീട് അവർ കിടക്കുക. പക്ഷെ കിടന്നിട്ട് നയനയ്ക്ക് ഉറക്കം വരുന്നില്ല, ആദർശിനും ഉറക്കം വരുന്നില്ല. ഈ സമയം ആദർശ് നയനോട് ചോദിച്ചു, നീ എന്താ ഉറങ്ങാത്തെ? ഒന്നുമില്ലാന്നറിയാം. എനിക്കറിയാം നിന്റെ മനസ്സിലുണ്ടല്ലോ ടെൻഷൻ ഉണ്ടല്ലോ എന്ന് ചോദിക്കാം. ടെൻഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഈ കല്യാണം ഒന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം വരുള്ളൂ. കാരണം കല്യാണം ഉറപ്പിച്ച മുതൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമല്ലേ, അതുകൊണ്ടുള്ള വിഷമമെന്ന് പറയാം. ഇനിയിപ്പോൾ ആ പുരോഹിതൻ പറഞ്ഞ പോലെ ശരിയാണോ നയന? അങ്ങനെ 2 കല്യാണം എന്തേലും കാണുമോ? അതൊക്കെ നമ്മൾ പരിഹരിച്ചല്ലേ, വാഴക്കല്യാണം നടത്തി ആ പരിഹാരക്രിയകളൊക്കെ ചെയ്തല്ലേ. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ആദർശേട്ടാന്ന് പറയാം. എന്നാലും എനിക്ക് തോന്നേ അനി ചെയ്ത കാര്യം ശരിയെന്ന്. ഒരു പക്ഷേങ്കിൽ അവന്റെ മനസ്സിന് ഇഷ്ടപ്പെടാതെ നമ്മളൊരു വിവാഹം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നാളെ അവന്റെ ജീവിതം എന്തായി തീരും. ഒരു പക്ഷേ വിവാഹത്തിലേക്ക് കടന്നതിന് ശേഷം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് കാര്യവും നിൽക്കില്ല എന്ന് പറയാം. അതൊക്കെ ശരിയാ ആദർശേട്ടാ, പക്ഷേങ്കിൽ ഒരു കാര്യമുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അനിയെ സംബന്ധിച്ചിടത്തോളം അവന് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു മനസ്സുണ്ട്. അതുകൊണ്ട് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അവർ രണ്ടുപേരും ഒന്നായിക്കോളും. പിന്നെ ആ കാര്യത്തിൽ നമുക്കൊരു ടെൻഷനും വേണ്ടെന്ന് പറയാം. അതൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിൽ എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നുന്നുണ്ടെന്ന് പറയണം. നയനയുടെ ഉള്ളിലാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ കല്യാണവും നടന്നാൽ മതി. കല്യാണം നടന്നു കഴിഞ്ഞാൽ ഒരു സമാധാനം വരത്തുള്ളൂ. അനിയ അനാമയും തമ്മിൽ ഒന്നാകണം, അല്ലെങ്കിൽ തന്റെ നന്ദുവിന്റെ ജീവിതം എല്ലാവരും മുന്നിൽ ജാനകിയപ്പച്ചി മിക്കവാറും ജാനകികളെയും തങ്ങളെ മിക്കവാറും നാണം കെടുത്തു. ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നത്. ഈ സമയം ജാനകി ഒരേ നിലപാടിൽ തന്നെയാണ് അജയന്റെ അടുത്ത്. അജയനോട് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ ആ നന്ദു കല്യാണ പന്തലിൽ എങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ എന്റെ തനി സ്വരൂപം അറിയുമെന്ന് പറയാം. ഇത് കേട്ട അജയൻ പറഞ്ഞു, നീ എന്തൊക്കെയാ ജാനകി പറയണേ? എനിക്ക് നല്ല സംശയമുണ്ട് അവൾ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് തോന്നേ. മിക്കവാറും അന്നത്തെ പോലെ ഒരു തട്ടിക്കൊണ്ടുപോകാൻ നാളെ നടത്തുമെന്ന് പോലും അറിയത്തില്ല. ഇനിയിപ്പം അവളെ തട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ ഇനിയിപ്പം അനിയെ എന്തേലും പറഞ്ഞ് മാറ്റിയാൽ മതിയല്ലോ, അതോടുകൂടി കല്യാണം മുടങ്ങില്ലേന്ന് ചോദിക്കാം. നീ വെറുതെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കണം എന്ന് പറയാം. എങ്ങനെ ചിന്തിക്കാതിരിക്കും എന്ന് പറ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മോന്റെ കാര്യം ഇത്രയും കാലം അവന് ഇങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ലായിരുന്നു. അവന് പ്രണയോ കാര്യങ്ങളോ ഒന്നുമില്ല, അത്യാവശ്യം കവിതയും കാര്യങ്ങളുമായിട്ട് പോയിക്കൊണ്ടിരുന്ന. പക്ഷേങ്കിൽ ഈ നന്ദുപ്പിശാശി വന്നതിന് ശേഷമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. നീ എന്തൊക്കെ ജാനി ഇങ്ങനെ പറയണേ? ഒരു പക്ഷെ ആ പെൺകുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിലോ? പിന്നെ ഇല്ല പോലും, അവള് വലിയ പുണ്യാളത്തെയാണല്ലോ. ഇല്ലെങ്കിൽ പോലും ആ കനകയെന്ന് പറയുന്ന അവളുണ്ടല്ലോ, എല്ലാത്തിനും പറഞ്ഞ് തിരിച്ചു വിട്ടിരിക്കുമായിരിക്കും. വലിയ വീട്ടിൽ നിന്ന് കാശുള്ള വീട്ടിലെ നിന്ന് മക്കൾക്ക് വിവാഹബന്ധം വരണമെന്നല്ലേ കനക ആഗ്രഹിക്കുന്നത്. അപ്പൊ അതുപോലെ തന്നെ അന്യയുടെ തലയിലേക്ക് അവളെ കെട്ടിവെക്കുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ആ ഒരു ചിന്തയായിരിക്കും. എന്താണല്ലോ നടക്കാൻ പോകുന്നില്ല അജയേട്ടാ. അങ്ങനെയെങ്കിൽ അത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ വീടിന്റെ പടിയിറങ്ങും, പിന്നെ ഞാൻ ഈ വീട്ടിൽ കാണില്ല എന്ന് പറയാം. ഈ സമയം അജയൻ പറഞ്ഞു, നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയാണ്. അതെ, എങ്ങനെ എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് പറ. എന്റെ മനസ്സിലൊരു തീയ. അനാമികമോൾ അന്ന് പറഞ്ഞ കാര്യങ്ങളാ. ഒരു പക്ഷെ ഈ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന്. ഒരു പക്ഷെ അനാമിക അങ്ങനെ ചെയ്യുകയും ചെയ്യും. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്തായാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. അജയൻ പറഞ്ഞു, എന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. നന്ദു ഒരു കാരണവശാലും നന്ദുവിന്റെ വീട്ടുകാർ അങ്ങനെയൊന്നും ഈ കല്യാണം മുടക്കാൻ ചെയ്യില്ല. അങ്ങനെ ചെയ്യാനാണെങ്കിൽ നന്ദുവിനെന്ന് അനാമീനെ രക്ഷിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയും. അതൊക്കെ അവളുടെ ഒരു നമ്പറല്ലേ അജയേട്ടാ, അതൊക്കെ അവള് വെറുതെ കാണിക്കുന്നതല്ലേ നമ്മുടെ മുന്നില്. ആർക്കും ഒരു സംശയം തോന്നാതിരിക്കാൻ വേണ്ടിട്ട് അവളുടെ മനസ്സിലുള്ള ഐഡിയയും മറ്റൊന്നാണെങ്കിലോ എന്ത് ചെയ്യുന്നു ചോദിക്കാം. തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട, കിടന്നുറങ്ങാൻ നോക്കാൻ പറയാണ്. അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു.
നേരമ്പഴത്തേന് ഇപ്പത്തേന് അനി എഴുന്നേറ്റ് വേണം. എനിക്കാണെങ്കിൽ എഴുന്നേറ്റ് ഒന്നും ചെയ്യാൻ പോലും തോന്നില്ല. കുറച്ച് സമയം കൂടെ അവിടെ കിടക്കുവാണ്. ഈ സമയത്ത് നായന വന്ന് കഥയെ മുട്ടി. അപ്പൊ അനി കഥ തുറന്ന് എഴുന്നേറ്റ് ചെല്ലുവാണ്. എന്താ എടുത്തിന്ന് ചോദിക്കാണ്. ദേ ചായ കുടിക്കാൻ പറയണം. ശരിയെന്ന് പറയാം. അല്ല നിന്റെ മുഖം എന്താ വല്ലായിരിക്കണേ? നീ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ നീക്കും? ഉറങ്ങി. ദേ കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടുണ്ട് നിന്റെ കല്യാണം. ആ ഒരു ബോധം വേണം നിനക്ക്, അറിയാലോ. ദേ കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാൻ നോക്ക്. എല്ലാവരും താഴെ റെഡിയാൻ വേണ്ടി തുടങ്ങിയെന്ന് പറയാം. ഞാൻ റെഡി ആയിക്കോളാം, എടുത്തി പോയിക്കോളാം പറയാണ്. അല്ല നിന്റെ ഫ്രണ്ട്സൊക്കെ രാവിലെ തന്നെ എത്തുമെന്ന് പറഞ്ഞിട്ടോ? അവരിപ്പം തന്നെ എത്തിക്കോളൂ എന്ന് പറയണം. ശരിയെന്ന് പറഞ്ഞിട്ട് നയനയും കൂടെ പോവാണ്. കുറെ സമയം കഴിഞ്ഞപ്പം അനിയുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ അങ്ങോട്ട് വരുവാണ്. ഈ സമയത്ത് നന്ദു അങ്ങോട്ട് ഇറങ്ങി ചെന്നു. നന്ദുവിനെ കണ്ടു. ആഹാ നീ നേരത്തെ തന്നെ വന്നായിരുന്നില്ലേ? ഞങ്ങൾക്കറിയാലും നീ നേരത്തെ തന്നെ വരുമെന്ന്. വാ നമുക്ക് അനിനെ റെഡിയാക്കണ്ടെന്ന് വെക്കും. ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു. ഇല്ല ഞാൻ വരുന്നില്ല എന്ന് പറയും. അതെന്താ നീ വരുന്നില്ലാത്തെ? നിങ്ങൾ പോയി റെഡിയാക്കിക്കോളാൻ പറയണം. അത് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ നിന്നോടും കൂടി അല്ലേ പറഞ്ഞത് റെഡിയാക്കണം എന്നുള്ളത്. എന്നിട്ടാണ് നീ ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കും. നിങ്ങളൊരു കാര്യം ചെയ്യാൻ അങ്ങോട്ട് ചെല്ല, ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാണ്. പിന്നീട് നന്ദു മുറിയിലേക്ക് വരിക. നന്ദു മുറിയിലേക്ക് വന്നും നന്ദുവിന്റെ മനസ്സിൽ പെട്ടെന്ന് വന്ന് അനി പറഞ്ഞ കാര്യങ്ങളാ. അനി കൊണ്ടുതന്ന ആ സാരി എടുത്ത് താനിന്ന് കല്യാണത്തിന് ചെല്ലണമെന്ന്. ഇതുവരെയായിട്ട് സാരി ഉടുത്തിട്ടില്ല. പക്ഷെ എന്ത് ചെയ്യണം, അനിയുടെ ആഗ്രഹം. ഒരു പക്ഷെ അത് ഉടുക്കാതിരുന്ന അനി വിചാരിക്കും തന്റെ മനസ്സിൽ എന്തോ ടെൻഷനും വേദനയുണ്ട്, അതുകൊണ്ടായിരിക്കുന്നു. ജസ്റ്റ് ഫ്രണ്ട് മാത്രമാണെങ്കിൽ അവൻ പറയാൻ താൻ അനുസരിക്കണമല്ലോ. പക്ഷെ എന്ത് ചെയ്യണം, ആ സാരി എടുത്ത് പിടിച്ച് നന്ദു സങ്കടത്തോടെ ഇരിക്കുവാണ്. ഈ സമയത്ത് നയനെ അങ്ങോട്ട് കയറി വന്നു. നയന വന്നിട്ട് എന്താ നന്ദു നീ എന്താ ഇങ്ങനെ ആലോചിച്ചിരിക്കണേ? നിക്ക് ഒന്നുമില്ല. എന്നാ പിന്നെ പെട്ടെന്ന് റെഡിയാന്ന് നോക്കാൻ പറയണം. ശരി. അതെ സങ്കടപ്പെടുമൊന്നും വേണ്ട കേട്ടോ. ദേ നന്ദുവിന്റെ മനസ്സിൽ വേറെ ഒരു വിഷമങ്ങളും വേണ്ട, എല്ലാം ശരിയാവുന്നേ. നന്ദു ഇനിയിപ്പോ ഈ കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിച്ചിരിക്കണ്ട. ഇവിടെ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കണ്ട. അറിയാലോ ജാനകിയളമ്മയുടെ കാര്യം അറിയാലോ. ഇനിയിപ്പോ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് എല്ലാം വെട്ടി തുറന്ന് പറയും. പിന്നീട് ആ മുത്തച്ഛന്റെ കാര്യം ഒന്ന് ഓർത്ത് വെക്കാൻ പറയണം. അതെ ചേച്ചി പൊക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നയനെ അങ്ങോട്ട് ഇറക്കി വിടുവാണ്. ഇറക്കി വിട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇങ്ങനെ നന്ദു ഇരിക്കുവാണ്. ഈ സമയം അനാമിക രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അങ്ങനെ ബ്യൂട്ടീഷ്യൻ വന്ന് അനാമികനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അനാമിക ഭയങ്കര സന്തോഷത്തോടുകൂടിയാ. കുറച്ച് സമയം കഴിയുമ്പോൾ ഖദർമണ്ഡപത്തിലേക്ക് പോകാമെന്നൊരു സന്തോഷത്തോടുകൂടി ഇന്നത്തോടുകൂടി തൻ്റെയും തൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെല്ലാം തീരാൻ പോവാന്ന് ആ ഒരു ചിന്ത അനാമികയുടെ മനസ്സിലുണ്ട്. ഈ സമയം ഉപേന്ദ്രൻ എന്ത് ചെയ്യുവാണ്, ഉപേന്ദ്രൻ മണ്ഡപത്തിലേക്ക് വരാനുള്ള പ്ലാനുകളും പദ്ധതികളൊക്കെ നടത്തുവാണ്. ഗുണ്ടകളെല്ലാം വിളിച്ച് നേരത്തെ എല്ലാം സെറ്റാക്കി വെക്കുക. എവിടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ കൃത്യസമയത്ത് തന്നെ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലണം. പിന്നീട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു കേട്ടോ. ഫുൾ വിശേഷം വന്നിട്ടില്ല. അപ്പോൾ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ ഉച്ചയ്ക്ക് ആവാമായിരിക്കും കേട്ടോ. വരുമ്പോൾ വന്നു കഴിയുമ്പോൾ എപ്പോഴാണെങ്കിലും അതിന്റെ ഫുൾ വിശേഷം ഞാൻ അപ്പം തന്നെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.